ഇപ്പോൾ റൈറ്റിങ്ങിനകത്ത് വരാൻ നേരത്തെ ഇപ്പോൾ ഇതിനകത്ത് ആഷിഖ് കപൂറിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇപ്പം സ്ത്രീകളെ മാസാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവര് ഓർഗാനിക്കലി ഗൺസ് ടേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ചെറുത്ത് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കഥയുടെ അകത്ത്. അവിടെ അവരെ പ്രസന്റ് ചെയ്യുന്ന രീതി, അവർക്കുള്ള ഒരു മാസ് ഫീല്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് പറയേണ്ടത്, അതായത് ഇപ്പോൾ ഒരു പുരുഷനാണ് ഇവിടെ പ്രശ്നമാണ് നമുക്ക് പോവാന്ന് പറയുമ്പോൾ പൊന്നബാബുവിന്റെ ക്യാരക്ടറാണ് പറയുന്നത് നമുക്ക് പോകണ്ട, നമുക്ക് ഫൈറ്റ് നിൽക്കാന്ന് പറയുന്നത് തന്നെ ഒരു റിവേഴ്സിങ് പരിപാടി. അത് അവർ ബോധപൂർവം ചെയ്യുന്നതാണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്റ്റിൽ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഒരു പൊളിറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ റൈഫിൾ ക്ലബിന്റെ ഒരു യൂണീക്നെസ് ആയിട്ട് ഇതല്ലാതെ വിഷ്ണുസ്തിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്താ? ഈ സ്ഥലത്തെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്നാ പിന്നെ കുറച്ചൊരു എംപവർമെന്റ് സ്ഥലങ്ങളിലേക്ക് ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ ഇത് ഫസ്റ്റിലെ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന അവിടുത്തെ മനുഷ്യര് ജെൻഡർ വ്യത്യാസം ഇല്ലാതെ തന്നെ കുറച്ച് കയറി കിടക്കുന്ന കുറച്ച് വിയാർഡായിട്ടുള്ള ചില സമയങ്ങളിൽ സാധ്യതയുള്ള കുറച്ചും കൂടെ ഇവിടുത്തെ സാധാരണ ഒരു പാരാമീറ്റർ വെച്ചിട്ട് കുറച്ചും കൂടെ കറേജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കിടയിലെ ഡൈനാമിക്സിലും എല്ലാം ആൺപെൺ ഡൈനാമിക്സിലും എല്ലാം എന്താ പറയുന്ന ആ തെറിപ്പുണ്ട്. അപ്പൊ ആ വേൾഡ് ഉണ്ടാക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ആവുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആഷിഖിനോട് ഇത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അവർ ആ വേൾഡിനോട് മാക്സിമം നീതി പുലർത്താനാണ് എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുഷിങ് ആയിട്ട് ഒരു എംപവർമെന്റ് ഒന്നും ഫീൽ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലാണെങ്കിലും ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ആ വേൾഡിനോട് മാക്സിമം ഏറ്റവും ഭയങ്കര രസമായിട്ട് എങ്ങനെ നീതി പുലർത്താം, അതിലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം എന്ന ആലോചനകളെ അവർക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ടേക്കിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട് കുറച്ച് ഏരിയകളിൽ. ഒന്ന്, അപ്പുറത്ത് നല്ല ആകാശം ഇപ്പൊ ഹിന്ദി പറയുന്നു, ഇപ്പുറത്ത് നിന്ന് നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തെറിയ എന്ന് പറഞ്ഞ് പറയുന്നു. ആ ടേക്കിന് മുമ്പ് എന്താ സംഭവിച്ചത്? ആ ടേക്കിന് ഇപ്പൊ ശ്യാമേട്ടൻ വന്നിട്ട് പുള്ളിക്കാരൻ അവിടുന്ന് ഇങ്ങനെ പറയും, അപ്പം ദിലീഷേട്ടനോട് പറയും. അവിടുന്ന് ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേഴ്സണലി ചിരിക്കുന്നുണ്ട്. അതായത് അപ്പൊ അവിടുന്ന് മച്ചാൻ പറയുന്നു ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുക്കളിയാ ഒന്ന് നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുക്കളിയാന്ന് വെറുതെ ആ റിഹേഴ്സലിന്. അപ്പം അവറാൻ കബൂത്തർ ഇത് പറയുന്നത് നമ്മൾ അവിടെ നമുക്ക് അവിടെ തന്നെ ആ ജോക്ക് കിട്ടുന്നുണ്ട്. എഴുത്തിന്റെ ഒരു പ്രോസസ് ആണല്ലേ? അല്ല ഇത് എഴുതി നമ്മൾ നറേറ്റ് ചെയ്യപ്പെടുന്ന. അതായത് ശ്യാമേട്ടൻ എഴുതിയിട്ട്, അല്ലെങ്കിൽ ശ്യാമേട്ടൻ, സുഹാസ്, ദിലീഷേട്ടനൊക്കെ ഉണ്ട്, ഒരാളാണ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിന്റെ ഫണ്ട് കിട്ടി ഇതാക്കിയിട്ട് നമ്മളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറയിപ്പിക്കും. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും പറയുന്നത്, ഇതെങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ആ ധാരണയില്ലേ, അതായത് അവരാ സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മാത്രമാണ് എഴുതുന്നത്. ഒരുപാട് ആലോചനകളുണ്ട്. അപ്പൊ ആ ആലോചനയിൽ ഒരു മൾട്ടിപ്പിൾ കുറെ വേർഷൻസ് കയ്യിലുണ്ടാവും. ചിലപ്പോൾ അത് അപ്പോഴേ ഡിസൈഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് അത് കേട്ടിട്ട് ഇപ്പൊ ഞാൻ ഇവരൊക്കെ അവിടെ ഇരുന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു സിനിമ അങ്ങനെ എഴുതിയാല് ഞാൻ പാളിപ്പോവും. മനസ്സിലാവും. അപ്പൊ ദാറ്റ്സ് നോട്ട് ദ പ്രോസസ്. അവർ അത്രയധികം ഇതിന്റെ പരിസരങ്ങളിൽ ആലോചിച്ച് നമുക്ക് പിറ്റേന്ന് ലൈൻസ് ഉണ്ട് നമുക്ക് പറയാൻ. എസ്പെഷ്യലി ഈ സിനിമയുടെ എഴുത്തില് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരാള് അവരുടെ ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഇട്ടിട്ട് ആ ലൈൻസ് ആണ് പറഞ്ഞത്. അല്ല, ലൈൻസ് ഭയങ്കര സ്പെസിഫിക് ആണ്, എസ്പെഷ്യലി ഈ സിനിമയിൽ. കാരണം ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, വളരെ കുറച്ച് സമയമുള്ളൂ, ഇവരൊക്കെ രജിസ്റ്റേർഡ് ആവണം. അപ്പം അതിൽ ഭയങ്കര രസമുള്ള റൈറ്റിംഗ് വന്നില്ലെങ്കിൽ നിൽക്കൂല. ഈ ഗ്യാസ് കുറ്റി എടുത്ത് വലിച്ചുകൊണ്ടുപോയി ട്രങ്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സീൻ, അതിന് തൊട്ട് മുമ്പ് എന്താ നടന്നത്? അതിനകത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അല്ല, അത് എനിക്കൊന്നും ആഷിഖേട്ടനാണ് പറഞ്ഞത്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഇത് തട്ടുകയാണ്. അപ്പൊ അവിടെ ആക്ഷൻ ആളുകൾ ഉണ്ടാവും, ചവിട്ടുന്നതും. How much of that explosion was real? എത്രമാത്രം എക്സ്പ്ലോഷൻ റിയൽ ആയിരുന്നു? അല്ല, അത് അവിടുന്ന് ഇത് വന്നിരുന്നു, എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇതേപോലെ എന്താ പറയുന്ന മാസ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സ്ഥലം അല്ലാതെ നമുക്ക് ആ പുക വരും അടുത്തുനിന്ന്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ റിയലാ. പിന്നെ അതിനകത്ത് കയറി ബാക്കി പ്ലേ കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇയാൾ ഇങ്ങനെയാണ്
ഭയങ്കര കാരണം മറ്റാള് ഇനിയിപ്പോൾ എന്തായാലും അവറാനും ഇവരൊക്കെ താക്കോലൊക്കെ അവരുടെ കയ്യിലാന്ന് പറഞ്ഞതൊന്നും കാത്തു നിൽക്കാൻ സമയമില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് അങ്ങനെ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ള കാര്യം പറഞ്ഞു അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഈ കുട്ടേട്ടൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് സീനില്, എൻ്റെ വിത്ത ചിലപ്പോൾ അവനത് ചെയ്ത് കളയെന്ന് പറയുന്നതിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയി. സ്റ്റിൽ എന്നാലും ആ സീനിന് ശേഷം അതിന് മുമ്പ് എന്തെങ്കിലും ഇത് നമ്മളെങ്ങനെ ചെയ്യാൻ പോകുന്നു അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇല്ല എനിക്ക് ആ സമയത്തൊന്നും ജെന്യുവൻലി അങ്ങനെ ഒന്നും തോന്നിയില്ല. ഐ മീൻ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പം ആകെ എനിക്ക് എന്നോട് ശ്യാമേട്ട പറഞ്ഞത് ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹൈയിലാണ് തുടങ്ങിയത്, ഗൺസ് അവിടെ കൊണ്ട് ഭയങ്കര ഹൈയിലാണ് തുടങ്ങിയത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ താഴെ തുടങ്ങാം, അങ്ങനത്തെയൊക്കെ ചില കറക്ഷൻസ് വരുന്നതല്ലാതെ എനിക്ക് ആ സമയത്ത് വേറെ ഒന്നും ഇവിടെ ഇത്ര ആക്ടർ നിൽക്കുന്നു അല്ലെങ്കിൽ കുട്ടേട്ടൻ അങ്ങനൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്ന അപ്പോഴത്തേക്ക് എല്ലാവരും തമ്മിൽ കംഫർട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യാനാണല്ലോ വന്നത്. ഹനുമാൻ ഖാൻ്റെ എന്തെങ്കിലും കോൺവെർസേഷൻ സാധ്യതയുണ്ടായിരുന്നോ? എനിക്കൊന്ന് അധികം സീൻസ് ഇല്ല, പക്ഷെ ടോട്ടലി ആ വേൾഡിൽ തന്നെ അല്ലേ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പം നമ്മളില്ലാതെ മച്ചാൻ അവിടെ മറ്റേ വാണിച്ചേച്ചി എടുത്തൊക്കെ വരുമ്പോഴും നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ. അപ്പൊ ഭയങ്കര സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരാളാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ലവ് എന്ന രീതിയിൽ മ്യൂസിക് തന്നെയാണ്. അപ്പം അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭയങ്കര രസമായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഭയങ്കര ഏലിയനായിരിക്കുന്ന ആളൊന്നുമല്ല. പിന്നെ അതിനുശേഷം ഒരു ഇന്റർനാഷണൽ അക്ലൈംഡ് മ്യൂസിക് ആർട്ടിസ്റ്റ് ആയി. അതിനുശേഷം ഈ സമയത്ത് വരുമ്പോഴും ഒട്ടും ക്യാരിഡ് അവേ അല്ലാത്ത ഭയങ്കര ടഫാട്ടോ, ക്യാരിഡ് അവേ അല്ലാത്ത ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്കൊന്നും മൈൽസ് ടു ഗോ അപ്പൊ ഒരുപാട് പോകാനുണ്ട്. കാരണം അത്രയും ഹങ്കർ ഉണ്ട് ആർട്ടിസ്റ്റ്. ആഷിഖ് കപൂർ എന്നുള്ള സിനിമാറ്റോഗ്രാഫർ, അതെനിക്കൊന്ന് രണ്ടാമത്തെ എക്സ്പ്ലോറേഷൻ നിങ്ങളായിരിക്കും ലവ്ലിക്ക് ശേഷം. അദ്ദേഹം അത് ഒരു വല്ലാത്ത ആഷിഖേട്ടൻ ലവ്ലിക്ക് ശേഷം സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നെങ്കിൽ ആഷിഖേട്ടൻ സിനിമാറ്റോഗ്രാഫി ചെയ്ത് ആദ്യം ഇറങ്ങുന്ന സിനിമയിൽ നമ്മള് ലീഡാണ്, നമ്മൾ അഭിനയിച്ചു. ലീഡല്ലേ അതും കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ പുള്ളി ഡയറക്ടർ വെഞ്ചറിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ പുള്ളിയും ഒരു പുതിയ കാര്യം എക്സ്പ്ലോർ ചെയ്യാണ്. അതൊരു ഭയങ്കര ടഫാണ്. അതായത് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, പ്രൊഡക്ഷൻ ഒരാളുടെ ഹെഡിലൂടെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഫിലിം മേക്കിംഗ് നടക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ക്രിയേറ്റീവ് സ്പേസ് എങ്ങനെ ഈ ബ്രെയിനിൽ ഉണ്ടാകുന്നു എന്നുള്ളത്, പിന്നെ ഇവിടുന്നുള്ള ഒരു ഹീറ്റും നമുക്കാർക്കും കിട്ടുന്നില്ല. അത്രയും കാമാണ്. എനിക്കൊന്ന് പേഴ്സൺ ബേസിക്കലി അങ്ങനെ ആവുന്നതിൻ്റെ പേരിൽ ആ പേഴ്സൺ ചെയ്യുന്ന ജോലി അങ്ങനെ ആവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.